നമ്മുടെ രാജ്യത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതുപോലെ തന്നെ കേരളത്തിൽ പല പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവെന്നല്ല, അല്ലാതെ BJPയോട് ഒപ്പം ചേരാൻ, അതിനോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിച്ച, അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച ചില പ്രമുഖരുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ ചിത്രത്തിൽ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. ചിത്രത്തിൽ വരാൻ ആഗ്രഹിക്കാത്തവർ, അവർ ആദർശത്തിൻ്റെ പേരിൽ പാർട്ടിയിലേക്ക് വന്നവരാണ്. നേതാക്കന്മാരോ അല്ലെങ്കിൽ സ്ഥാനലബ്ധിക്കോ വേണ്ടിയല്ല. കാരണം എന്താണ്? ഇതിനേക്കാൾ ഉയർന്ന പദവികളിരുന്ന അതിൽ ആൾക്കാരാണ് അവർ. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വന്നതല്ല. BJPയുടെ ആശയങ്ങളോട് മറ്റൊരു പാർട്ടിയോടും ചേരാൻ കഴിയാത്തതുകൊണ്ട് ചേർന്ന് പോയവരാണ്, ചേർന്ന് സഞ്ചരിച്ചവരാണ്. പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. നമുക്കറിയാം, മാധവിക്കുട്ടി BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു തിരുവനന്തപുരത്ത്. മാധവിക്കുട്ടി എഴുത്തുകാരി. അത്ര ഒരു പ്രശസ്തമായിട്ടില്ല, അങ്ങോട്ട് കയറി വന്നിട്ടില്ല. ആ സമയത്ത് പോലും BJPയോട് ചേർന്ന് നടന്ന ആളാണ് മാധവിക്കുട്ടി എന്ന കമലാദാസ്, അഖില ലോക പ്രശസ്ത. നൊബേൽ സമ്മേളനത്തിൻ്റെ പടിവാതിൽക്ക വരെ എത്തിയിട്ട് തിരിഞ്ഞു പോന്ന് BJPക്കെതിരായി ഹിന്ദുത്വത്തിനും തറവാടിത്തത്തിനും ഒക്കെ എതിരായിട്ട് വന്ന് എന്ന് മാത്രമല്ല ഹിന്ദു മതത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുകയും ചെയ്തു അവസാന കാലത്ത്. അതെ, അവിടുന്ന് തിരിച്ചു വരാൻ നോക്കിയപ്പോൾ അത് ജീവന് ഭീഷണിയാണെന്ന് വീട്ടുകാർ പറഞ്ഞതുകൊണ്ട് മാത്രം മാറാതിരിക്കുകയും ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പാളയം പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു. അവരെ മാടമ്പ് കുഞ്ഞുകുട്ടൻ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം അവസാനം വരെയും BJPക്കാരൻ തന്നെയായിട്ട് തുടർന്നു. അതുപോലെ തന്നെ അക്കിത്തം BJPയോട് അനുഭാവം പുലർത്തിയിരുന്ന ആളാണ്. അവസാന കാലം വിഷ്ണുനാരായണൻ നമ്പൂതിരി. അതുകൊണ്ട് അക്കിത്തത്തിന് ജ്ഞാനപീഠം കിട്ടാൻ സ്ഥാനാർത്ഥിയൊന്നും വൈകിപ്പോയി. സ്ഥാനാർത്ഥിയൊന്നും ആയില്ലെങ്കിലും ചേർന്ന് സഞ്ചരിച്ച ആളാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. അതിൻ്റെ ആശയങ്ങളോട് ഭാരതീയമായ സംസ്കാരം രക്ഷിക്കപ്പെടണമെന്നുള്ളൊരു വിചാരം കൊണ്ട് മാത്രം BJPയോട് ഓരം ചേർന്ന് സഞ്ചരിച്ച ആളാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. അതുപോലെ തന്നെ കേരളവർമ്മ രാജ തമ്പുരാൻ, അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ട് വമ്പിച്ച വോട്ട് ഹൈക്കുണ്ടായി. ആ സമയത്ത് വൻതോതിൽ അവിടെ വോട്ടിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ആ കൂട്ടത്തിലാണ് അങ്ങനെ തുടർന്നു വരുന്ന ഒന്നാണ്. ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശ്രീധരനുമൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. ഈ ശ്രീധരൻ പാലക്കാട് മത്സരിച്ചു. വൻതോതിൽ അവിടെ വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്തു അദ്ദേഹം. അതുപോലെ തന്നെ വിജയത്തോടടുത്തു എന്നുള്ളതാണ്. വിജയത്തിൻ്റെ വക്കിലെത്തി നിന്നു. ഈ പറഞ്ഞ പോലെ ഒരു നെക്സസ് അവിടെ വരുന്നതുകൊണ്ട്, CPMും കോൺഗ്രസും ചേർന്ന ഒരു നെക്സസ് വരുന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് മുന്നേറാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള കേരളത്തിലെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ അവസാനം തിരുവനന്തപുരത്ത് വന്നപ്പോൾ BJPയിലേക്ക് ചില പ്രമുഖർ വരുമെന്ന് പറഞ്ഞു. വന്നതിൽ ഒരാൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ഞാൻ നേരിൽ കണ്ടു നിൽക്കുന്ന കാഴ്ചയാണ്. ഗാന്ധി പാർക്കിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും BJPയുടെ രഥമേറി അവിടെ വന്ന് പ്രസംഗിക്കുകയും ചെയ്തു. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പ്രസിദ്ധ സാഹിത്യകാരൻ. അതുപോലെ നമ്മുടെ BV അബ്ദുള്ള കോയ BJPയിലേക്ക് വന്നു. അന്നിപ്പോൾ അദ്ദേഹം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്താണ്. അബ്ദുള്ളക്കുട്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രമുഖനായിട്ടുള്ള സംവിധായകൻ അലി അക്ബർ വളരെ ശക്തമായിട്ട് BJPയിലേക്ക് വന്നു. പക്ഷേ അർഹിക്കുന്ന സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയില്ല. രാമസിംഹൻ എന്ന് പേര് വരെ മാറ്റി. അദ്ദേഹം ഖുറാനിൽ അദ്ദേഹം കണ്ടിട്ടുള്ള ആചാരവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ അത്യാചാരങ്ങളെക്കുറിച്ചോ ഒക്കെ വളരെ ആചാരമായിട്ട് സംസാരിച്ചു. എന്നിട്ടും ഇപ്പോഴും ജീവനോടെ അദ്ദേഹം ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ്. വലിയൊരു അത്ഭുതം തന്നെയാണ് അദ്ദേഹം. ചേകന്നൂർ മൗലവിയൊക്കെ മരിച്ച ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു മതത്തിനെതിരെ ചേകന്നൂർ മൗലവിയൊന്നും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. വളരെ ശക്തമായ രീതിയിൽ സംസാരിച്ചിട്ടും അദ്ദേഹം ജീവനോടെ തന്നെ ഇരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹമീദ് ചേന്ദമംഗലം. BJPയോടെ ചേർന്ന് സഞ്ചരിക്കുന്നില്ലെങ്കിലും അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ നമ്മുടെ അതിലെ ഈ തെറ്റായിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളരെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുന്നത് കൊണ്ട് തന്നെ CPM നേരത്തെ അദ്ദേഹവുമായിട്ടുണ്ടായിരുന്ന ബന്ധം പാടെ വിച്ഛേദിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ചില ബ്യൂറോക്രാറ്റുകളുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. ബ്യൂറോക്രാറ്റുകളുടെ ഇടയിൽ നിന്നാണ് TP സെൻ, സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം 1-2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ജേക്കബ് തോമസ്. അതെ, അല്ല, സെൻകുമാർ, TP സെൻകുമാർ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഈ ഗവൺമെൻറ്റുകൾ, കോൺഗ്രസിൻ്റെ CPMൻ്റെ ഭരണകൂടങ്ങൾ കാണിച്ചിരിക്കുന്ന നെറികേടുകൾ, IASൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ വെച്ചിരിക്കുന്ന പാരകൾ
ഒക്കെ നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ ഒരുപാട് പക്ഷേ കാര്യങ്ങൾ. രാജേന്ദ്ര, ഇവരെയൊക്കെ വേണ്ട തരത്തിൽ സംസ്ഥാന ഘടകം ഉപയോഗിക്കുന്നില്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്, അല്ലേ? ഉപയോഗിക്കാതെ പോകുന്നു, വേണ്ടത്ര സ്വാഗതം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇവരെയൊക്കെ അവരുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം പോലും നടത്തുന്നില്ല. ഇപ്പൊ ജേക്കബ് തോമസ് തന്നെ BJP-യുടെ ചാലക്കുടി സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. അതെ. അതൊക്കെ പിന്നീട് ഇവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്താണ്, കേന്ദ്ര നേതൃത്വത്തിനെ വേണ്ട തരത്തിൽ ധരിപ്പിക്കാതെ പോകുന്നതാണോ, അതോ ഇവിടെ ഈ പണ്ട് BJP ആയി ജനിച്ചു അങ്ങനെയുള്ളവർ, RSSലൂടെ വന്നവർ ഒക്കെ തന്നെ മാത്രം കാര്യങ്ങൾ നയിച്ചാൽ മതി എന്നുള്ള രീതിയിലാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ മറ്റൊരു ഉദാഹരണമാണ് അൽഫോൺസ് കണ്ണന്താനം. കേന്ദ്രമന്ത്രിയായി, IAS മികച്ച അദ്ദേഹം ആദ്യം LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു കാഞ്ഞിരപ്പള്ളി. അദ്ദേഹം ഇപ്പോഴും വളരെ ശക്തമായ ഭാഷയിൽ BJP-ക്ക് വേണ്ടി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കേരളത്തിലെ മിക്കവാറും മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവിനെ വേണ്ട വിധത്തിൽ കേരളത്തിലെ BJP ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് PC ജോർജിനെ അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേരള ഘടകം. എങ്കിലും PC ജോർജിനെയോ അല്ലെങ്കിൽ ഷോൺ ജോർജിനെയോ സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്ന, കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന ഇവരെയൊന്നും വേണ്ട സ്ഥാനങ്ങളിലേക്ക് വേണ്ട രീതിയിൽ ആദരിക്കുന്നില്ല. ഈ ജേക്കബ് തോമസിനെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ ക്രൈസ്തവ വിഭാഗത്തെ കൂടുതൽ ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും. ഇപ്പം PC ജോർജിനെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വലിയ മൈലേജ് BJP-ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമല്ലോ. തീർച്ചയായിട്ടും അനിൽ ആൻ്റണിയെ കൊണ്ടുവന്നതിനേക്കാൾ കിട്ടിയ ഒരു മൈലേജ് ഇവരിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം കരുത്തുറ്റ അഴിമതിയില്ലാത്ത IPS അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥരാണ് ഇവരൊക്കെ. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം IAS ആയിരുന്നു, മറ്റു രണ്ടുപേരും IPS ആണ്. അപ്പോൾ അവരെഴുതിയ പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ച ആ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ പൊതുസദസ്സിൽ പറഞ്ഞാൽ തന്നെ കേരളത്തിൽ വലിയ അട്ടിമറികളുണ്ടാകും. കാരണം ഞെട്ടിപ്പിക്കുന്ന നെറുകേടുകളാണ്. നമ്മുടെ കേരളം എന്ന് പറഞ്ഞൊരു അസംബന്ധ നാടകം, ആ രാഷ്ട്രീയ നാടകം, അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. പല പരിഹാരങ്ങളും ആ വരികൾക്കിടയിൽ നമുക്ക് വായിക്കാനും പറ്റും. അവർക്ക് നല്ല അഡ്മിനിസ്ട്രേറ്റർമാരാണ് അവർ. അപ്പോൾ ആ കഴിവുകൾ നമ്മൾ ഭരണതലത്തിൽ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. കേന്ദ്രത്തിലെ ഭരണത്തിലായാലും ഇവിടുത്തെ ഭരണത്തിലായാലും ആ രീതിയിലുള്ള ഒരു ഉപയോഗവൽക്കരണം പാർട്ടി നടത്തുന്നില്ല. രാഷ്ട്രീയം മാത്രമായാൽ പോരാ, അഡ്മിനിസ്ട്രേഷൻ വേണം. അങ്ങനെയുള്ള കരുത്തുകൾ വേണ്ട വിധത്തിൽ പാർട്ടി ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ അത് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. പക്ഷേ പ്രമീളാദേവി കവി, അവർ കോട്ടയത്ത് കോളേജിൽ ലെക്ചറായിരുന്നു, പ്രൊഫസറായിരുന്നു. അത് നല്ല രീതിയിൽ കവിത, നല്ല ഒന്നാം തരം കവിതകൾ എഴുതുന്നതാണ്. അവരിപ്പോഴും BJP-യുടെ ഒരു, എനിക്ക് തോന്നുന്നു സംസ്ഥാന പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ അവരുണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന KS രാധാകൃഷ്ണൻ, അഗാധമായ പാണ്ഡിത്യം, ഇതുപോലെ പാണ്ഡിത്യം ഉള്ള ഒരു വൈസ് ചാൻസലറെ ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചു. ആലപ്പുഴയിൽ നിന്ന് ഒരുപാട് വോട്ട് നേടി, വൻതോതിൽ അവരെ കോൺഗ്രസിൽ നിന്നാണ് അദ്ദേഹം BJP-യിലേക്ക് വന്നത്. ഇദ്ദേഹം ഈ നമ്മുടെ സനാതനധർമ്മത്തെ പറ്റി ഉള്ള സംശയങ്ങളുണ്ടായപ്പോൾ എന്താണ് സനാതനധർമ്മം ഒരു ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒറ്റ വരിയേ ഉള്ളൂ ഉപനിഷത്തിൽ നിന്ന്, തേന ത്യക്തേന ഭുഞ്ചിത എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അത്യാവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക, ബാക്കിയെല്ലാം പ്രകൃതിയിൽ തന്നെ നിലനിൽക്കട്ടെ. അതാണ് ശരിയായ അഹിംസ. അത് തന്നെയാണ് സനാതനധർമ്മം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. കാലാവസ്ഥയിൽ ഈ വരുന്ന ചൂടിൽ 3 ഡിഗ്രി വെച്ച് ദിവസം കൂടിക്കൊണ്ടിരിക്കുന്ന ചൂടിനുമുള്ള പരിഹാരം. ആഡംബരങ്ങളും അനാവശ്യമായിട്ടുള്ള ധൂർത്തും ചെലവും ഒക്കെ ഒഴിവാക്കുക. മഹാത്മാഗാന്ധി ജീവിച്ച പോലെ വളരെ ലളിതമായി ജീവിക്കുക, ഉയർന്ന ചിന്തയോടും കൂടി ജീവിക്കുക. അതാണ് എല്ലാത്തിനും പരിഹാരമെന്ന് ഒരൊറ്റ വരി കൊണ്ട് സനാതനധർമ്മത്തെ വ്യാഖ്യാനിച്ച മഹാമനീഷിയാണ് ഈ KS രാധാകൃഷ്ണൻ. പക്ഷേ വേണ്ട രീതിയിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ എനിക്കത് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോയ ഒരാളുണ്ട്, ഡോക്ടർ TP ശ്രീനിവാസൻ. TP ശ്രീനിവാസൻ തിരുവനന്തപുരത്ത്. അത് പണ്ഡിതനായിട്ട് കഴിഞ്ഞ തവണ നേരത്തെ ശശി തരൂരിനൊപ്പം അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി അദ്ദേഹം ഈ പ്രാവശ്യം അത് വിട്ടിട്ട് അതിനേക്കാൾ മഹാനായ ഒരു വ്യക്തി വന്നുകൊണ്ട്, അല്ല രാജീവ് ചന്ദ്രശേഖർ തന്നെ ആ തരത്തിലൊരു വ്യക്തിയാണ് BJP-യിലേക്ക് വന്നത്, സ്ഥാനാർത്ഥിയായി. പക്ഷേ ഈ TP ശ്രീനിവാസൻ ഒരു സ്ഥാനം പോലും ഇല്ലാതെ BJP-യെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നതമായിട്ടുള്ള ബൗദ്ധിക സ്വത്തുള്ള ആൾക്കാരാണ്. ആ സ്വത്ത് വേണ്ട വിധത്തിൽ BJP ഉപയോഗിക്കേണ്ടതാണ്.
അതിനൊരു ഇൻ്റലക്ച്വൽ സെല്ല് തന്നെ ബി ജെ പിക്ക് സ്വന്തമായിട്ട് വേണ്ടതാണ്. അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. വെറും രാഷ്ട്രീയം, മൂന്നാംകിട രാഷ്ട്രീയം മാത്രം കളിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിന് ഭാരതീയ വിചാര കേന്ദ്രമുണ്ട് അവർക്ക് കേട്ടോ. ഈ സംഘപരിവാറിൽ തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട് കുറച്ചൊക്കെ. പക്ഷേ അങ്ങനെ പോരാ. പാർട്ടിയുടെ തലത്തിലും ഒരു ബൗദ്ധികമായിട്ടുള്ള സ്റ്റഡി ക്ലാസ്സുകളോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ടി.പി. ശ്രീനിവാസൻ വിദേശ രാജ്യങ്ങളുടെ ആ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ചൊരു ക്ലാസ് എടുക്കാം. ടി.പി. സെൻകുമാറിനെ കുറിച്ച് പോലീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു ക്ലാസ് എടുക്കാം. ഈ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ? ചുമ്മാതെ വായാടിത്തം മാത്രം പറഞ്ഞാൽ മതിയോ? ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ ഏറ്റവും സമ്പന്നമായ പാർട്ടി ബി ജെ പി. അപ്പോൾ ഒരുപാട് ബൗദ്ധിക തലങ്ങളുള്ളവർ ബി ജെ പിയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്, ഓരം ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇവരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയൊരു സ്പേസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മുൻനിരയിലേക്കാൾ നല്ല ഞാൻ റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയിൽ തന്നെ നല്ലൊരു നേതൃനിരയെ കെട്ടിപ്പടുക്കാൻ ഇവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ബൗദ്ധികമായ കഴിവുകൾ എന്നുള്ളത് മാത്രമാണ്. പ്രോപ്പർട്ടി നമുക്ക് വേണ്ട, അത് ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സെല്ലുണ്ടാക്കേണ്ടതാണ്. ഏത് അധികാര രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള ചില നിലപാട് തറകളും ഒരു പാർട്ടിക്ക് ആവശ്യമല്ലേ? അതാണ് ഇപ്പം നവകേരള സദസ്സ് പോലുള്ള പരിപാടികൾ CPM ആവിഷ്കരിച്ചു, ഒരു പ്രയോജനമില്ലാത്ത പക്ഷെ പ്രയോജനമുള്ള പരിപാടികൾ. അല്ല, അവർക്ക് അതിൻ്റെ പിന്നിൽ ഇത്തരത്തിൽ ഇൻ്റലക്ച്വൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളതാണ്. അതാണ് വർക്ക് ചെയ്തു. ആ അസറ്റ് വേണ്ട വിധത്തിൽ അവർ ഉപയോഗിക്കുന്നില്ലെന്നുള്ളത് വളരെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇതിനപ്പുറം പാർട്ടിക്കപ്പുറം ചിലത് ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. അതൊരു സംവേദാത്മക തലത്തിലെങ്കിലും സംവാദാത്മക തലത്തിലെങ്കിലും പ്രയോജനപ്പെടുത്തേണ്ടതാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഈ പുസ്തകം എഴുതി ആരും വായിക്കില്ല. പക്ഷേ പുസ്തകത്തിന് വെളിയിൽ വന്ന് ഇവർ പറയുമ്പോൾ അത് ആളുകൾ ശ്രദ്ധിക്കും. അതിന് നല്ല റേറ്റിംഗും കിട്ടുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.